സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങളെല്ലാവരും നേരത്തെ എത്തിയോ? എന്ത് പറ്റി ഇന്നെല്ലാവരും നേരത്തെ വരാൻ? ഓ, ഞാനത് മറന്നുപോയി. താങ്ക് യു ട്ടോ ഓർമ്മിപ്പിച്ചതിന്. എന്നിട്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ടാണോ വന്നേ? അത് നന്നായി. നമ്മൾ ലാസ്റ്റിൽ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാലേ നമുക്ക് സമ്മാനമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞിക്കണേ. നിങ്ങൾ പഠിച്ചിക്കണേ എന്തായാലും നമുക്ക് കിട്ടുമല്ലോ. ഞാൻ നോക്കട്ടെ എന്റെ കുട്ടികൾക്ക് എത്ര പവർ ഉണ്ടെന്ന്. അബു പഠിച്ചില്ല അബു? പിന്നെ ഞാനും പഠിച്ച്. ഇങ്ങനെ മുമ്പോട്ട് പോവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് തന്നെ കയറാൻ റാങ്ക്. അല്ല പിന്നെ നമുക്ക് തന്നെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്നാ? ഓക്കെ മീൻസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് ഒന്നുമില്ല മിസ്സേ. ഇതിന് ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ. കറക്റ്റ് ആൻസർ പറയൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ് ആരാണ്? ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1930 പ്രാധാന്യം എന്താണ്? ആൻസർ ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പെട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത്? ആൻസർ മീററ്റ്. ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം എന്നാണ്? 1948. ശരിയായ ഉത്തരമാണ് ടാബു. താങ്ക് യു മിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഗുജറാത്ത്. ഗുഡ്. എന്താ വേറെ ആരും പഠിച്ചില്ലേ? എന്താ ബാക്കിയുള്ള ആരും ആൻസർ പറയണാണത്തെ? ലച്ചു, നീ എന്താ ഒന്നും പഠിച്ചിട്ടില്ല ലച്ചു? അത് പിന്നെ മിസ്. എന്ത് പിന്നെ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ക്യൂസ് ഉണ്ടാവും, എല്ലാവരും പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിരുന്നോ? ബട്ട് പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നീ പഠിക്കാൻ തന്നെയാണോ വരുന്നേ? മറ്റേ മിസ്സിന് എന്നെയായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇപ്പൊ പാറു പഠിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ തീരെ ഇഷ്ടമല്ല. അപ്പൊ ഫുൾ പാറുവിനെ ഇഷ്ടം. ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും കാരണം കിട്ടാൻ നിൽക്കാം മിസ്സിനോട് ചൂടാവാൻ. നാളെ മുതൽ എന്തായാലും ഓളെക്കാട്ടിലും കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ വരിക, അത് ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ ക്യൂസിൽ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ആൾക്കാർക്കാണ് സബ്ജക്റ്റിലേക്ക് തിരഞ്ഞെടുക്കാട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏത്? ആൻസർ ബംഗാൾ ഗസറ്റ്. ഗുഡ് വിഷ്ണു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വന്ദേ ഭാരതം എന്ന ഗാനം എഴുതിയത് ആരാണ്? ആൻസർ ബങ്കി ചാറ്റർജി. അങ്ങനെയല്ലടി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. അങ്ങനെയുണ്ടോ പറയാം. ഓക്കെ മിസ്. എന്തായാലും ഒരു ആൻസറായാലും പറഞ്ഞല്ലോ. അപ്പുറത്തെ ആളൊന്നും മുണ്ടണല്ലോ. അത് പിന്നെ ഉദ്ദേശിച്ചായിരിക്കും. അന്നത്തെ തന്നെ അതെന്താ എനിക്ക് മനസ്സിലായില്ലേ? ഈ മാത്രമേ ഉള്ളൂ ഇതുവരായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാത്ത. ഞാനടക്കം പറഞ്ഞു. അയ്യോ നീ മുണ്ടായിരുന്നു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേഷ്യം വരുന്നുണ്ട് വന്നോട്ടെ, ഒന്ന് പഠിച്ചിട്ടാണേ. ഇതൊന്ന് നോക്കാൻ ലാസ്റ്റ് എല്ലാവരും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു. ഈ മാത്രമല്ലല്ലോ ആൻസർ ചെയ്യാത്തെ. അയ്യ എനിക്ക് എന്തെങ്കിലും വായിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഒരു ആൻസറേലും പറഞ്ഞൂടെ എനിക്ക്? നീ മിണ്ടായിരുന്നിട്ടോ ശിവ, എനിക്ക് ഈറ വരുന്നുണ്ട്. കുറെ നേരം ഞാൻ എന്നോട് മിണ്ടായിരിക്കാൻ പറയണോ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് നല്ല കിട്ടലിട്ടോ. ഓ പിന്നെ എന്നാ ഇന്നെ തല്ലാനാണ് വാ. അണക്കില്ലേ ഞാൻ വെച്ചിക്കണോടി. പാവ. അയ്യോ ഒരു ആൻസർ പോലും പറഞ്ഞിട്ടില്ല, പാവട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ മിസ്. ടിപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരിയായിരുന്നു? മൈസൂർ. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷടാ അത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ മതിയാണോ? നോണ എന്തൊരു നോണയാണേ. അനക്ക് അറിയിച്ചെങ്കിൽ ഫസ്റ്റ് ആൾക്കാർ പറഞ്ഞുകൂടാന്നില്ലേ? അതിന് ഞാൻ പറയുന്നതിന്റെ മുമ്പ് പറഞ്ഞിട്ടാണേ. ഇനിയിപ്പോൾ പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളൊക്കെ വിശ്വസിച്ചേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ച വർഷം എന്നാണ്? ആൻസർ 1837. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. കറക്റ്റ് വിഷ്ണു. ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ സരോജിനി നായിഡു. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആര്? ഓ സിമ്പിൾ, രവീന്ദ്രനാഥ ടാഗോർ. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണക്കിച്ചൊന്നൊരു ആൻസർ പറഞ്ഞൂടെ? എന്തിനാ ഇയാളെ പറഞ്ഞ എനിക്ക് ഫുൾ അറിയാന്ന്? എനിക്കറിയാമെന്ന് എനിക്ക് പറയാൻ കിട്ടാത്തോണ്ടല്ലേ. എന്തൊരു തള്ളാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ശിപ്പായി ലഹള. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ കറക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം എന്നാണ്? 1950 ജനുവരി 26. ഓക്കെ കറക്റ്റ് പാറു. കൂടുതൽ ആൻസർ ചെയ്തിരിക്കുന്നത് പാറു ആണല്ലോ. പാറു ഫുള്ള് പഠിച്ചിട്ടാണല്ലോ പോന്നേ. അതെ മിസ്, ഇന്നലെ എന്നിട്ട് ഫുൾ പഠിച്ചു. ഗുഡ് പാറു. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പാറുവിനെയാണ് നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷെ അതിലൊരു കണ്ടീഷനും കൂടി ഉണ്ട്. ഇനി നമ്മൾ സ്കൂളിലെ എല്ലാ ക്ലാസ്സിലും ഇതുപോലെ കൂടുതൽ ആൻസർ പറഞ്ഞ കുട്ടികളുണ്ടാവും. അതിലത്തെ ഒരു കുട്ടീനെ തിരഞ്ഞെടുത്തിട്ട് എല്ലാ ക്ലാസ്സിലെയും ആ ഒരു കുട്ടിയും വെച്ചിട്ട് നമ്മൾ പാറുവിനെയും വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. കുറച്ച് നമ്മൾ കേൾക്കാത്തതല്ല, കുറച്ചൊക്കെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനും ആൻസർ പറയുന്ന കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിനെ അല്ലെങ്കിൽ 2 കുട്ടിനെയാണ് നമ്മൾ സബ്ജക്റ്റിലേക്ക് പറഞ്ഞേക്കുക. ഓക്കെ. അപ്പോൾ പാറു, അടുത്ത നമ്മളെ ക്വിസ് കോമ്പറ്റീഷൻ വരുന്നത് അടുത്ത ആഴ്ചയാണ്. അപ്പത്തിന് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ട് വേണം വരാൻ. എന്നാലുള്ളൂ സബ്ജക്റ്റിൽ പോയിട്ട് നമ്മളെ സ്കൂളിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ സ്കൂൾ ഇത്രയും നല്ല സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്ന് അറിയാൻ ആൾക്കാർക്ക് പറ്റുള്ളൂ. ഓക്കെ മിസ്. ഇതിന് മുമ്പ് ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. നമ്മളെ വിഷ്ണു അല്ല, വേറൊരു വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. ആ കുട്ടിയായിരുന്നു എല്ലാ സബ്ജക്റ്റിലും ഫസ്റ്റ് പഠിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കൂളിന് നല്ല പേരായിരുന്നു. ഇനി അത് കളഞ്ഞു വിളിക്കാൻ എന്തായാലും പറ്റൂല. അതുകൊണ്ട് ഇനി അടുത്തത് ആരാണ്? ഓലി സ്കൂളിൽ നിന്ന് പോയല്ലോ, ഓല് UP വിഭാഗമായിട്ട് ഓല അങ്ങനെ പോയി. ഇനി നമ്മളെ സ്കൂളിൽ നിന്ന് ആരായിരിക്കും അടുത്ത ടോപ്പർ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പാറ നല്ലോണം പരിശ്രമിച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റിൽ പോയിട്ട് നല്ല
എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പാറുമായിരിക്കും ഈ സ്കൂളിൽ തന്നെ ഏറ്റവും വലിയ അഭിമാനം. ഓക്കെ, മനസ്സിലായി മിസ്. ടീച്ചർക്ക് അല്ലെങ്കിൽ ഓളാണല്ലോ ഇഷ്ടം. പിന്നെ ഞാൻ പഠിച്ചു വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ടീച്ചർ ഓളോ ഒന്ന് ആൻസർ ചെയ്താൽ തന്നെ ഓളിങ്ങനെ പൊക്കും. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരും. ഞാനൊന്നും എൻ്റെ ഒരു ആൻസർ തെറ്റി കഴിഞ്ഞാൽ മിസ്സിനെ തളർത്തും. പിന്നെ ഞാനിങ്ങനെ പഠിക്കുക, മിസ്സിനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഓഫീസിലൊന്ന് പോയി വരാം കേട്ടോ. ഓക്കെ മിസ്. നീ എന്താണ് എന്നോട് പറഞ്ഞേ? നീ 2 ആൻസർ പറഞ്ഞോന്ന് വെച്ചിട്ട് എൻ്റെ മേലെ കയറുന്നെന്തിനാ? നിനക്കില്ല ഞാൻ അപ്പം തരാം കേട്ടോ. അയ്യോ, എൻ്റെ മേലെ കൂടി വെള്ളം പാരരുത്, എൻ്റെ മേലെ കൂടി വെള്ളം പാരരുതേ. യൂണിഫോം ഇപ്പം ആരും പാരണ്ട. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എന്തിനെ വെറുതെ കളിയാക്കി? ഈ കുപ്പിത്തെ ഫുൾ ഒഴിച്ചു ഞാൻ. അയ്യോ, എൻ്റെ യൂണിഫോം ഒക്കെ നനയണതാ. ഇപ്പം എങ്ങനെയുണ്ട്? ഈ കുപ്പിത്തെ വെള്ളം മൊത്തം ഞാൻ മേത്ത് കൂടി വെച്ചില്ലേ? അയ്യോ, ഇനി ഞാനിതിട്ട് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ഞാൻ വേണ്ട ആക്കുമ്പോൾ തലയിൽ കയറാം. അയ്യോ, എൻ്റെ യൂണിഫോം ഒക്കെ നനയോ. അയ്യോ, ടീച്ചറെ ഓടി വരണേ, ടീച്ചറെ ഓടി വരണേ. എന്താ എന്താ ഇവിടെ ഒരു സൗണ്ട്? ഞാനൊന്ന് ഓഫീസിൽ പോയപ്പോൾ ഇവിടെ എന്തൊക്കെ നടന്നപ്പോ? അല്ല, എന്താ ശിവ, എന്ത് പോലെ ഇത്? അത് പിന്നെ മിസ്സേ, എന്ത് പിന്നെ എന്താണ് എന്നോട് ചോദിച്ചത്? അത് പിന്നെ മിസ്സേ, ഈ ലച്ചില്ലേ, ഓളെന്റെ യൂണിഫോം കൂടി ഫുള്ള് വെള്ളം ഒഴിച്ചു. എന്തിനാ ഓളെന്റെ യൂണിഫോം കൂടി വെള്ളം ഒഴിച്ചേ? ലച്ചു, എന്തിനാ നീ അവളുടെ യൂണിഫോം കൂടി വെള്ളം ഒഴിച്ചേ? അത് പിന്നെ അവളെന്നെ കളിയാക്കിയിട്ട്. എന്താ അവളെന്നെ കളിയാക്കി? അത് പിന്നെ അത് തൊള്ളതാകെ പറയാൻ കേട്ടേ. അത് പിന്നെ മിസ്സേ, നീ നാളെ അമ്മേനെ അച്ഛനും കൊണ്ട് ക്ലാസ് കയറാൻ വയ്യ, അല്ലെങ്കിൽ സ്കൂളിൽ അങ്ങോട്ട് പറഞ്ഞ കേട്ടോ. പഠിച്ചാനും വെച്ചാൽ അവൾക്ക് എന്നിട്ട് വികൃതി കാട്ടി നടക്കുക. പറയുന്നിട്ടോ 1ാം ക്ലാസ് കുട്ടികളാണ് ഇങ്ങനെ വികൃതി കാട്ടി നടക്കാൻ. എന്നിട്ട് നിന്റെ യൂണിഫോം എവിടെ? അതിൽ ഫുള്ള് വെള്ളമാണ് മിസ്സേ. ഓരോന്നും ഇങ്ങോട്ട് കാട്ടിക്കോളും. ഓളിനെ വെറുതെ പറഞ്ഞിട്ടല്ല ഞാൻ കാട്ടി, അല്ലാതെ വെറുതെ കാട്ടിയൊന്നുമല്ലല്ലോ. ഒന്നും ഇങ്ങോട്ട് നോക്കി ശിവ. എന്താ നല്ല രസമുണ്ടടി, ക്യൂട്ടാർക്ക്. അതെന്റെ വല്യമ്മാനോട് പോയി പറയട്ടോ. അന്നാ കണ്ടപ്പോ വല്യമ്മാരെ പോലെ തന്നെ തോന്നണത്. എടി ലച്ചോ, അനക്ക് ഞാൻ തരാട്ടോ. എന്റെ കാരണത്താണ് എന്റെ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ടീച്ചർ വായിക്ക് പറഞ്ഞേ. സൈച്ചളാജിനെ വെറുതെ കളിയാക്കിട്ടല്ലേ. മറ്റേ സീറ്റിൽ പോയിരുന്നോ? പോയിരിക്കും സീറ്റില്. ഓക്കെ മിസ്. പിന്നെ ലച്ചുവിനോട് ഒരു കാര്യം, നാളെ അച്ഛനും അമ്മേനെയും കൊണ്ടല്ലാതെ ക്ലാസ്സിൽ കയറിയത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട.